നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധമായ ആ കരുണയുടെ വാഗ്ദാനമാണ് സങ്കല്പിക്കുന്നത് മുഴുവൻ. ദൈവത്തിന്റെ രക്ഷ നമ്മൾ അറിയാതെ ഒരിക്കലും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിചാരിച്ചത് കേട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു വ്യക്തിയുടെ ടെസ്റ്റിമണി കേട്ട് നമ്മളത് അതേ അനുഗ്രഹം തന്നെ നമ്മൾ പ്രാപിക്കണമെന്ന് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ ഒരു ഉയർത്തുകൾ അല്ലേ? നമുക്കിപ്പോ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു. ചിലവര് നൊവേന പ്രാർത്ഥനയ്ക്ക് പോയി അവരെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അവർക്കത് അനുഗ്രഹമായി മാറി. അത് ഒരാളോട് ഷെയർ ചെയ്തു, അവരത് ഏത് രീതിയിൽ എടുക്കുന്നു അങ്ങനെയാണ്. ആ നൊവേന പ്രാർത്ഥനയിലാണെങ്കിലും മറ്റ് കൂട്ടായ്മയിലാണെങ്കിലും എന്ത് പ്രെയർ ആണെങ്കിലും നമുക്കറിയാം അത് ഓരോരുത്തരുടെ വിശ്വാസവും ഓരോരുത്തരുടെ തീക്ഷ്ണതയും ആഗ്രഹം. ചിലവര് കുറച്ചാൾ പോവും, പിന്നെ അതൊരു മടുപ്പായിട്ട് തോന്നും. ചിലവര് പ്രാർത്ഥിച്ചിട്ട് അത് ഉത്തരവൊന്നും കിട്ടുന്നില്ല. നമുക്കൊരു ജീവിതത്തില് തടസ്സങ്ങൾ വരുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ എപ്പോഴും പറയുന്നതാണ്, വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടായിട്ട് കാര്യമില്ല, പൈപ്പില് എന്തെങ്കിലും അഴുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് കുത്തിക്കളയാറ് നമുക്ക് വെള്ളം കിട്ടില്ല അല്ലേ? അപ്പൊ ഓരോരുത്തരുടെയും ബ്ലോക്ക് എവിടെയാണെന്ന് അത് അവരവർക്ക് മാത്രം അറിഞ്ഞൂടെ. ഇപ്പൊ നമ്മള് അനുഗ്രഹം പ്രാപിക്കുന്നില്ല എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ അനുഗ്രഹം പ്രാപിച്ച വഴിയിൽ കൂടി നമ്മൾ പോയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അല്ലേ? അപ്പൊ ദൈവം കുറ്റക്കാരനായിട്ട് പലർക്കും തോന്നാം, അല്ലെങ്കിൽ വിശ്വാസ തകർച്ച വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ നിന്ദിക്കാം. ഒരുപാട് ഇപ്പൊ ഈ കൃപാസനത്തില് ഓരോരുത്തരുടെയും ആവശ്യത്തിന്റെ വേദനയും നിസ്സഹായതയുടെയൊക്കെ നിലവിളിയും കേട്ടിട്ടാണ് മാതാവ് അവിടെ അനുഗ്രഹം ചൊരിയുന്നത് അല്ലെ? അപ്പൊ ഓരോരുത്തരുടെയും നിസ്സഹായതയില് സ്വർഗം ഒത്തിരി വേദനിക്കുന്നുണ്ട്. പക്ഷെ ഈ അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാവരും ദൈവകൃപയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവൊന്നുമില്ല പറയാൻ അല്ലെ. എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടുന്ന അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ പലതും പറയുന്നത്. കാരണം ഈ കൃപാസന മാതാവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തില്? അവൻ പറയുന്നത് അനുസരിക്കാനാണ് അല്ലേ? അത് ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും ഈശോ പറയുന്നത് എല്ലാ രീതിയിലും ഏത് രീതിയിൽ നമ്മൾ അനുസരിച്ചാലും അവിടെ അനുഗ്രഹം നമുക്ക് ഒപ്പമാണ് അല്ലെ? എല്ലാവരും തന്നെ അത് തിരിച്ചറിയുന്നില്ല. ഈശോ പറയുന്നത് അനുസരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഇപ്പൊ ഉടമ്പടി എടുക്കുന്ന എന്താണ്? ഒരു കണ്ടീഷനാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു രോഗം വന്നു, ഡോക്ടർ പറയും ഒരാഴ്ചത്തേക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചാൽ മാത്രമേ രോഗം മാറുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യമാണ് രോഗം മാറേണ്ട കാര്യം. അപ്പൊ എന്ത് ചെയ്യും? എന്തായാലും നമ്മള് 5 ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിക്കണം അല്ലേ? ചില മരുന്നുകൾ എഴുതി തരുമ്പോൾ ആന്റിബയോട്ടിക് ഒക്കെ ആണെങ്കിൽ പലരും അത് കംപ്ലീറ്റ് ചെയ്യാറില്ല. എന്താണ്, ആദ്യത്തെ 3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അതൊരു ഹീലിംഗ് ആവും. പിന്നെ ഈ മരുന്നൊന്നും വെറുതെ തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് നിർത്തലാക്കി കളയും. പക്ഷെ അത് കോഴ്സ് കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് ചിലപ്പോൾ വീണ്ടും അത് വരാൻ സാധ്യതകളുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഡോക്ടർമാരുടെ അവർ പഠിച്ച തിയറിക്കലും അവർക്ക് കൃത്യമായിട്ട് അറിവുള്ളത് കൊണ്ടാണ് അവരത് പറയുന്നത്. അല്ലാതെ നമ്മളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കാനായിട്ട് അവരുണ്ടല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഫീലിംഗ് ആണ് പ്രധാനം. ഇപ്പൊ ഡോക്ടർ ആയാലും നേഴ്സായാലും ആത്മീയ ശുശ്രൂഷകളായാലും അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിന്റെ ഏതെല്ലാം ഭക്താഭ്യാസങ്ങളായാലും എന്താണ്? സൗഖ്യമാണ് പ്രധാനം അല്ലേ? സൗഖ്യമാണ് പ്രധാനം. ഈ സൗഖ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം. വിശ്വാസത്തോടെ അനുസരിക്കണം. അനുസരിക്കാതെ നമുക്ക് ഇപ്പൊ ഡോക്ടറിനെ കണ്ട് മരുന്ന് തന്നു, നമ്മളത് ഇഷ്ടം അനുസരിച്ച് നമ്മള് മരുന്ന് കഴിക്കാൻ പോയാൽ നമുക്കത് ഉപകാരപ്പെടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല ദൈവത്തെ അനുസരിക്കേണ്ടത് അല്ലെ? നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണോ ഭക്താഭ്യാസങ്ങൾ കൊണ്ടുപോകേണ്ടത്? അതിനൊരു ചിട്ടകളുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധ്യമുണ്ട്. ഓരോ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ
അതനുസരിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കിപ്പോ ഒരു വ്യക്തിക്ക് ബൈബിള് അരച്ചു കലക്കി കുടിച്ച പോലെ ബൈഹാർട്ടാണ്. പക്ഷേ ആ വചനം എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്നും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ വചനത്തെ ഫോളോ ചെയ്യേണ്ടതെന്നും അറിയാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും വചനം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം ആ വ്യക്തിക്കുണ്ടാവും. മെയിനായി ഉണ്ടാവില്ലേ? അതായത് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് ബൈബിള് ഞാൻ ഇത്രയും പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, ഇത്രയും പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുള്ളതാണ്, ഇത്രയും എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താ, ഫലം പുറപ്പെടുവിക്കാതെ തിരികെ പോവില്ല എന്നാണ്. അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവമാണ് അല്ലേ? വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പൊ ഈ വചനം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ വചനം ഇരുതല വാളാണ്. അത് എടുത്തു കഴിഞ്ഞാൽ മുറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, വെറുതെ ഒരു പുസ്തകം പോലെ ആയിപ്പോവും അല്ലേ? ആവോ? അതെ അതെ. അതായത് നമ്മള് വെറുതെ ഒരു പുസ്തകമായിട്ടോ അല്ലെങ്കിൽ നമുക്കത് വായിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാവരും ലോഗോസിലേക്കാണ്. ഇപ്പൊ ലോഗോസ് പഠിച്ച് ഹോളി ലാൻഡിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫ്രീ ഒരു ലോഗോസ് ക്വിസിൽ പാസ്സായി കഴിഞ്ഞാൽ ഹോളി ലാൻഡിൽ പോകാനുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മനുഷ്യര് ഈ ക്വിസിലേക്ക് പങ്കെടുത്തു. കാരണം ഒരുപാട് ആളുകളുടെ ഒരു ആഗ്രഹമാണ് ഈ ഒരു സമ്മാനം അല്ലെ? അതുകൊണ്ട് എന്താ, പ്രേമയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കണമെന്നില്ല. പറ്റുമോ? പ്രേമ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിനെ കേൾക്കാനുള്ള ഒരു കാത് തുറക്കപ്പെടണമെന്ന് നിർബന്ധം ഉണ്ടാകണമെന്നില്ല. ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗോസ് എന്ന് പറഞ്ഞാൽ പഠനമാണ്. പ്രേമ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുന്നത്, ജീവിക്കുന്നതാണ് അല്ലേ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ലോഗോസ് എന്ന് പറഞ്ഞാല് പഠനമാണ്. റേമ എന്ന് പറഞ്ഞാല് പഠിച്ചത് ജീവിക്കുകയാണ് അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ ആണെങ്കിലും ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പഠിച്ച് എല്ലാ കാര്യങ്ങളും അവര് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അല്ലെ? പ്രതിജ്ഞ ചെയ്തത് അത് ജീവിതത്തിലേക്ക് നല്ല മനസ്സോടുകൂടെ ചെയ്യുമ്പോഴാണ് അവരുടെ പഠനം യഥാർത്ഥത്തില് അർത്ഥവത്താവുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയുണ്ടോ? പല ഡോക്ടേഴ്സും ഒരു രോഗികളെ എന്താണ് മിസ്യൂസ് ചെയ്യണം. ദൂരം എത്ര ലക്ഷം രൂപയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയുള്ള ഒരു ആള് കാലുവേദന എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ആ ഡോക്ടർ മുട്ടുവേദന കുറ്റിവേദനയുണ്ട്. അപ്പൊ മുട്ടിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ മുട്ടിനാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 8 ലക്ഷം രൂപയാണ് എന്താണെന്ന് പറഞ്ഞു. കുറ്റിക്കാണെങ്കിൽ അത്രയും കാശ് വരില്ല. അപ്പൊ ആദ്യം മുട്ടിന്റെ ഓപ്പറേഷൻ നടത്താം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് തന്നെ പരിചയമുള്ള ഒരു കസിൻ ഡോക്ടർ ഉണ്ട്. അപ്പൊ ആ ഡോക്ടറിനോട് ഷെയർ ചെയ്തപ്പോഴേക്കും മുട്ടമേല് ആദ്യം പറഞ്ഞതിന്റെ കാര്യം, മുട്ടയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാശ് ഉണ്ടാക്കാം, കുറ്റിമേലാണെങ്കിൽ അത്രയും കാശ് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ആദ്യത്തെ ഓപ്പറേഷൻ മുട്ടയിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ വിവരമുള്ള ആൾക്കാരും ഉണ്ട്, വിവരം ഉണ്ടായിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്നവരും ഉണ്ട് അല്ലേ? നമ്മൾ ആത്മീയ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ വികലമാക്കുന്നവരുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിനാണ്? ദൈവത്തിന്റെ വാഗ്ദാനം നമുക്ക് നൽകുന്നത് സുരക്ഷിതത്വമായിട്ട് നിലനിർത്തുവാനാണ്. അതായത് നമ്മൾ കപടമായ വിശ്വാസത്തിലും കപടമായ ഭക്താഭ്യാസത്തിലും നമുക്ക് ഒരുപാട് അപകടങ്ങളും സാധ്യതകളും ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിത വിശുദ്ധി എത്രത്തോളം വിശ്വസ്തമാണ് അത്രത്തോളം നമ്മൾ സുരക്ഷിതരാണ്. അതുകൊണ്ടാണ് നിന്റെ പാർശ്വങ്ങൾ 1000 മരിച്ചു വീണേക്കാം, എങ്കിലും നിനക്കൊരു അപകടം സംഭവിക്കുകയില്ല. കാരണം നിനക്ക് നിന്റെ ചുറ്റും ഒരുപാട് അപകടകരമായ അവസ്ഥകള് നിനക്ക് ചുറ്റുമുണ്ട്. പക്ഷെ എന്തില്ല, നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതന് വാസമർപ്പിച്ചു. അതുകൊണ്ട് നിനക്കൊരു അപകടവും സംഭവിക്കുകയില്ല. ഇത് നമ്മൾ എത്രത്തോളം ആ ഒരു വിശ്വസ്തമായ
ദൈവീക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന അത്രത്തോളം നമ്മൾ വിശ്വാസം പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നതനുസരിച്ച് നമ്മളുടെ ജീവിതം സുരക്ഷിതമായി കൊണ്ടിരിക്കും. അതിപ്പോ ഒരാള് തരുന്നതല്ല, അത് സർവശക്തനായ ദൈവം തന്നെ തരുന്ന വലിയൊരു കൃപയാണ്. അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ ലോകം പറഞ്ഞിരുന്ന ഒരു ഭക്താഭ്യാസത്തിലോ അല്ലെങ്കിൽ ലോകം പറഞ്ഞിരുന്ന ഒരു ഉപദേശത്തിൽ നിന്നോ അല്ല മനസ്സിലാക്കേണ്ടത്. വ്യക്തിത്വത്തിലുള്ള ദൈവത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ബോധ്യം, അതായത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളിലെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാനും അനുഭവിച്ചറിയുവാനും ദൈവത്തിന്റെ വാഗ്ദാനം എന്റെ ജീവിതത്തിൽ കണ്ണുകൾ കൊണ്ട് കണ്ട് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതകരമായി നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ കരം കാണാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. മേരി ഫിലിപ്പ് വായിക്കാം. കേൾക്കുന്നുണ്ടോ മേരി ഫിലിപ്പ്? ഗ്രേസി പൗലോസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. മേരി ഫിലിപ്പിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഗ്രേസി പൗലോസ് വായിക്കുന്നല്ലേ? അമന ബെഞ്ചമിൻ. വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇസ്രായേലിനെ അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ അവിടുന്ന് സഹായിക്കുകയാണ്. എല്ലാ ദിവസവും ദൈവം നമ്മെ സഹായിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാല് ഒരു അഭിഷിക്ത ജനമാണ്. അത് ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവത്തിന്റെ അടയാളം ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവം ഉണ്ട്, അല്ലെ? അത് ഇപ്പൊ നമുക്ക് എന്താണ്, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്പിരിച്വലി ഒരു വ്യക്തിയെ എനിക്ക് പരിചയപ്പെടാനായിട്ട് ഇടയായി. അപ്പോ എന്നോട് ചോദിച്ചു, ഈ ഉണ്ണീശോന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഉണ്ണീശോന് ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു ഇഷ്ടമാണ്. അപ്പൊ ബട്ടർഫ്ലൈനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ നമ്മൾ ബട്ടർഫ്ലൈനെ കാണാറുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതും നമ്മുടെ കൂടെ ചരിക്കുന്നതുമായ ഒരുപാട് സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കാറില്ല. നമ്മൾ നമ്മുടെ ജോലിയും കാര്യങ്ങളും നമ്മുടെ എന്താണോ അധ്വാനങ്ങളും അത് ചെയ്തു പോവാണ്. പലപ്പോഴും എന്താണ്, നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ കൂടെ ഉള്ള ശക്തി എന്താണ്, വ്യക്തികൾ ആരാണ്, അരൂപി ഏതാണെന്നൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ പ്രാർത്ഥന യോട് ഭയങ്കര ഒരു അലസതയും മടുപ്പൊക്കെ തോന്നും. അപ്പൊ നമ്മുടെ ഉള്ളിൽ വരുന്ന അരൂപി ഏതാണ്? ദൈവത്തിന് സാത്താന്റെ ഒരു അരൂപി, അതായത് അലസതയുടെ അല്ലെങ്കിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അരൂപിയാണ്. അതേസമയം നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ വരികയാണ്, പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോവാണ്. പക്ഷെ അന്നേരം വരുന്ന അരൂപി ഏതാണ്? അത് ദൈവം നൽകുന്ന ഒരു പ്രാർത്ഥിക്കാനുള്ള അരൂപി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു അരൂപിയാണ്, അല്ലെ? അപ്പൊ നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ വന്നിരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാന് വല്ലാർപാടത്ത് പോയി. അപ്പൊ ഞാൻ എല്ലാ ഞായറാഴ്ചയും സാധിക്കുന്ന പോലെ വല്ലാർപാടത്ത് ഒരു 2 മണി 1 മണിക്കൊക്കെ പോയിട്ട് 4-4:30 വരെയൊക്കെ ഇരിക്കും. കർണക്കൊന്തയെല്ലാം ജമാല ചെല്ലും, പിന്നെ എനിക്ക് തോന്നുന്ന പ്രാർത്ഥനയൊക്കെ ചെല്ലും.
പിന്നെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് ഉറങ്ങും. പക്ഷെ ഈ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് ഒരു കരണക്കൊന്ത ഒരു കഷ്ടിച്ചാണ് ഞാൻ ചെല്ലിയത്. ബാക്കി സമയങ്ങളൊക്കെ ഇരുന്നുറങ്ങി. അത്രയും ക്ഷീണമായിരുന്നു, കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്ത് പോകണ്ട, പോയാൽ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്നായാലും പക്ഷെ ഉള്ളിലിരുന്ന് ഞാൻ പോകണം, ഇനി ഈ ആഴ്ച പോയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ പോയി. പക്ഷെ പോയിരുന്നപ്പോ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നിരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, പക്ഷെ എനിക്കിന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. 4 മണിവരെ ഞാൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങിയും ഇരുന്നൊക്കെ അങ്ങനെ കഴിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഈശോയോട്, എന്റെ പ്രാർത്ഥന ഇന്ന് ഇതായിപ്പോയി, ഞാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ ഈശോയുടെ മുമ്പിലാണ് ഇരുന്ന് ഉറങ്ങിയതെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം അല്ല ഞാൻ ഉറങ്ങിയതെന്നും അറിയാം. ആഗ്രഹിച്ചു വന്നത് തന്നെയാണ് പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. പക്ഷെ എന്റെ ഉറക്കം ഒരു പ്രാർത്ഥനയുടെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോയി. എന്നെ സംബന്ധിച്ച് നമുക്ക് ആർക്കെങ്കിലും ഉറക്കം ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റുമോ? ഏ ഏ നമുക്കത് പറ്റണം. കാരണം നമ്മളിപ്പോ ഇരുന്ന് ഉറങ്ങിപ്പോയി, നമ്മൾ ആഗ്രഹിച്ചു വന്നിരുന്നാണ്, പക്ഷെ ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം അതിന് അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശരീരം സന്നദ്ധമാണെങ്കിലും അല്ല, ആത്മാവ് സന്നദ്ധമാണെങ്കിൽ ശരീരം അതിന് നമ്മളെ അനുവദിക്കാത്തത് കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ കൊണ്ട് പറ്റുന്ന പോലെ ഈശോ എല്ലാ വിശുദ്ധരോടും പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഒരു വാക്കാണ്, നിന്നെ കൊണ്ട് കഴിവുള്ള അത്രയും നീ ചെയ്യുക, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് കഴിവെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് സാധിക്കുന്ന സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആത്മാവ്, നമ്മുടെ അറിവ്, നമ്മുടെ ശക്തി എല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ കഠിനമായി അധ്വാനിക്കേണ്ട. ഇപ്പൊ ചില ജീവിതങ്ങള് എന്താ ഭയങ്കരമായിട്ട് അത് ഓരോരുത്തർക്കുള്ള ഒരു വിളിയാണ് എന്ന് വിചാരിച്ച് ശരീരത്തെ മാരകമായി പീഡിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കാറില്ല. അഥവാ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നും ദൈവം അത്രയും സ്നേഹം കൂടുതൽ ആവശ്യപ്പെട്ടത് കൊണ്ടും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ്. അതില്ലാത്ത ആൾക്കാര് അങ്ങനെ ഒരു ഭക്താഭ്യാസം ചെയ്താൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അതൊരു വിശ്വാസ തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ മലയാറ്റൂർ പോയപ്പോഴേക്കും ഞങ്ങളുടെ ഇവിടെ നിന്ന് നടന്നു പോണ കുറച്ച് ആൺപിള്ളേരുണ്ട്. എല്ലാ വർഷം പോകാറുണ്ട്. ഈ വർഷം പോയതായിട്ട് കണ്ടില്ല, പോയിട്ടുണ്ടാവായിരിക്കാം. അങ്ങനെ ഒരു പ്രാവശ്യം ഇവര് കുറച്ച് പിള്ളേരായിട്ട് നടന്നു പോയിട്ട് ഏതോ ഒരു വഴിയിൽ വെച്ച് ആക്സിഡന്റ് വന്നു. അതില് ഒരു പാവപ്പെട്ടൊരു കൊച്ചാണ്. അവൻ പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെയാണ് പോയത്. പക്ഷെ ആക്സിഡന്റ് ആയി അവൻ കിടപ്പായിപ്പോയി. കുറെ നാൾ കഴിഞ്ഞ് കിടപ്പായിപ്പോയി. അവന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് പക്ഷെ എമൗണ്ട് കിട്ടാനായിട്ട്, ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടാനായിട്ട് കുറെ നാളെടുത്തു. അപ്പൊ ഇവന്റെ രോഗം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവന് 19 വയസ്സും അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത്രയും പ്രായം മിടുക്കം വെച്ചായിരുന്നു. അപ്പൊ ഇവന്റെ ഫ്യൂണറൽ മാസും ലൈറ്റ് മാസം ഒക്കെ ഞാൻ പാടാൻ പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, ഇവൻ എന്തിനാ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതെന്ന്. പക്ഷെ എനിക്കിങ്ങനെ ആക്സിഡന്റ് പറ്റിയതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസമാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, അവൻ ഇങ്ങനെ കിടപ്പ് രോഗിയായിപ്പോയി. കാരണം 19 വയസ്സുള്ളൊരു കൊച്ച് കിടപ്പ് രോഗിയാവുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര ദയനീയ അവസ്ഥ. ഇതിപ്പോ ഒരു 10, 60, 70 വയസ്സുള്ള ആൾക്കാർ കിടപ്പ് രോഗിയാകുന്ന പോലെയല്ല ഈ ചെറുപ്പക്കാരൊക്കെ എനിക്കൊക്കെ ഞാൻ ഒക്കെ തീരെ വയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കിടന്ന് 3-ാമത്തെ മണിക്കൂർ കിടന്നു കഴിഞ്ഞാൽ എന്തോ വലിയ മാരകമായ പാപം ചെയ്ത പോലെ. കാരണം എന്താ, നമുക്കൊന്നും അങ്ങനെ പറ്റില്ല. അപ്പൊ ഞാൻ ഓർക്കാണ്ട്, ഇങ്ങനെ കിടപ്പ് രോഗികള് ഈ 365 ദിവസം ഇങ്ങനെ കിടന്ന് ജീവിതം തീർക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഈ പയ്യൻ ഒരു ദിവസം അവൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ മരിച്ചതാണ് അവൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ അവന് ആത്മഹത്യ ചെയ്തപ്പോ അവന് ഈ പൈസയൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ ഇവന് ലൈഫ് അത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയിലെത്തി. നല്ലൊരു പയ്യനായിരുന്നു. അവന് മോശമായ ജീവിതം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെ ഓർത്തു, എന്തിനാ ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ഓർത്തു. അപ്പൊ എന്താ കാര്യം? ഇവനൊരു ഭക്താഭ്യാസത്തിന് വേണ്ടിയാണ് പോയത്. എന്നിട്ടും ദൈവം എന്താ, പക്ഷെ ചിലപ്പോ അവന് അത്ര ആയുസൊക്കെ ഉണ്ടാവുള്ളായിരിക്കാം. പക്ഷെ അവനിൽ കൂടി ചില ജീവിതങ്ങൾ അങ്ങനെ കിടപ്പ്. നമുക്കറിയാം, തൃശ്ശൂർക്കാന്നോ ഒരു പയ്യൻ വീട്ടുകാര് പറയുന്നത് കേൾക്കാതെ ആ പയ്യൻ വണ്ടിയെടുത്ത് കൂട്ടുകാരുടെ കൂടെ പോയി.
പോയിട്ട് ആക്സിഡന്റ് ആയിട്ട് ഇപ്പോഴൊന്നും കിടപ്പ് രോഗിയാണ്. പക്ഷെ അവന് കൂടി ഒരുപാട് മക്കൾ ഈശോയെ സ്നേഹിക്കാനും അനുഭവിച്ചറിയാനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. എന്താണ് ജോർജോ സന്തോഷോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പയ്യൻ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോഴും ഉണ്ട് അവൻ. ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഈ തലക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുക. അറിയാവോ നിങ്ങൾക്ക്? എന്റെ പേര് മറന്നുപോയി, യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പൊ അവനിന്ന് പല സ്ഥലങ്ങളിലും സുവിശേഷം പറയാനൊക്കെ പോകുന്നുണ്ട് ആ ശരീരം വെച്ചുകൊണ്ട്. കാരണം അതുവഴി ദൈവം ചില വ്യക്തികൾ ചില രീതിയിൽ അവന്റെ നിസ്സഹായതയും ദുരന്തവും ഒക്കെ ഉപയോഗിക്കും. ജീവിത ദുരന്തങ്ങള് മറ്റുള്ളവർക്ക് ഒരു വലിയൊരു വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കും. പക്ഷെ അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. അവന് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം വഴിയാണ് അവന്റെ അധ്വാനങ്ങള് ലോകത്തിന്റെ മുമ്പിൽ ഒരു സുവിശേഷമായി മാറുന്നത്. അല്ലാതെ നമ്മളിപ്പോ വലിയ ഭക്തി ജീവിതം ജീവിച്ചു, പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു രോഗം വന്നു, അത് പിന്നെ ദൈവത്തെ വെറുക്കാനുള്ള ഒരു അവസ്ഥയോ അവസരമോ ഒക്കെ ആക്കി മാറ്റിയാൽ ആരാ ആഘോഷിക്കുന്നത്? ശരിക്കും ആരാ ആഘോഷിക്കുന്നത്? പിശാചാണ് ആഘോഷിക്കുന്നത് അവസരങ്ങൾ. അപ്പൊ നമുക്കിപ്പോ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദൈവം അതിനേക്കാൾ ശക്തമായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സ്വാതന്ത്ര്യത്തോടുകൂടെ നമുക്ക് ദൈവിക പ്രവൃത്തികളെയും പദ്ധതികളെയും പ്രത്യാശയോടെ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ജീവിത ദുരന്തം വരാം. ഞാനൊക്കെ എപ്പോഴും ഇടയ്ക്കൊക്കെ ഈശോ ഒരുപാട് ശക്തിപ്പെടുത്തുന്ന വചനങ്ങൾ തരും. അപ്പൊ ഞാൻ പറയും, ഈ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളൊക്കെ തന്നിട്ടൊന്നും കാണാനില്ലല്ലോ. ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കാണാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷെ നമ്മുടെ ഈ ബുദ്ധി വെച്ചുള്ള നോട്ടങ്ങളിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ചേച്ചി നല്ലൊരു കൃപയുള്ള ഒരു ചേച്ചിയാണ് എന്നെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു. കുറച്ചേരം സംസാരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, സോഫി ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്യുന്നില്ല, കർത്താവിന് ഈ കൃപ തന്നതുകൊണ്ട് ചെയ്യുന്നു എന്നല്ലാതെ എന്റെ കയ്യിൽ നിന്നുള്ള ഒരു പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യുന്നതിൽ എനിക്ക് ഒരു 10-20% പോലും അത് പൂർണ്ണതയിലാണോ, അത് കൃത്യമാണോ എന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. അപ്പം പറഞ്ഞു 80% കാര്യവും ഈശോയുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടറടിച്ചു പോയി. ഞാൻ ഇത്രയും ഇതായിട്ട് എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവണില്ല. എന്റെ കണ്ണുകളിൽ കൂടി ഒന്നും ഇന്ന് വരെ ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തില് പെർഫെക്ഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷനും എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് വരെ, ഈ നിമിഷം വരെ. അതുകൊണ്ട് എന്നിലുള്ള കുറവുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണമാകാനായിട്ട് എനിക്ക് യാതൊരു യോഗ്യത ഉണ്ടെന്ന് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ആ യോഗ്യത കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതുവരെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഇടയാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാമ്മ അങ്ങനെയല്ല. പരിശുദ്ധാമ്മയ്ക്ക് ജീവിതം തന്നെ വലിയ വിശുദ്ധിയുടെയും പരിശുദ്ധിയുടെയും ജീവിതമായിരുന്നിട്ടും വെല്ലുവിളികളുടെയും മറ്റ് സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും നടുവിൽ തന്നെ. പക്ഷെ അമ്മയുടെ ഹൃദയത്തിലെ ചിന്തയും നമ്മുടെ ജീവിതത്തിലെ ചിന്തയും ഒക്കെ വളരെ വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടാം. പക്ഷെ പരിശുദ്ധ അമ്മ ഒരിക്കലും പരാജയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, എപ്പോഴും ഫുൾ ടൈം അതാണ് വിക്ടോറിയ എന്ന വിജയശ്രീ ലാളിതയാവുന്നു. വിക്ടോറിയസ് ക്യൂൻ എന്ന് പറഞ്ഞാല് വിജയരാജ്ഞിയാണ്. വിജയിക്കുന്ന രാജ്ഞിയെ കുറിച്ചാണ് മറിയത്തെ പറയുന്നത്. അതുകൊണ്ടാണ് വിക്ടോറിയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഏറ്റവും ചെറിയൊരു കാര്യം, ഇന്ന് നമുക്ക് നൽകുന്ന ഈശോയുടെ വചനം തന്നെ നിയമാവർത്തന പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചന ഭാഗമാണ്. ദൈവമായ കർത്താവ് എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് നമുക്ക് വിശ്വസിച്ചാൽ മാത്രമേ, വെറുതെ ഇത് വളരെ ചെറിയൊരു സെന്റൻസ് ആണ്. ദൈവമായ കർത്താവ് എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ അധ്വാനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം വിടും, എല്ലാ മേഖലയിലും സങ്കടങ്ങൾ വിടും, സന്തോഷങ്ങൾ വിടും, പ്രാർത്ഥനകൾ വിടും, പിന്നെന്താണ് നമ്മുടെ ചെറുതും വലുതുമായ അധ്വാനങ്ങള്, വേദനകള്, രോഗങ്ങള്, പിന്നെ എന്താണ് നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ അധ്വാനങ്ങളുണ്ട് അല്ലെ? നമ്മൾ ശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതിലെല്ലാ കാര്യങ്ങളിലും ദൈവം വ്യക്തമായി നമ്മളെ നോക്കിക്കാണുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷമോ ഒരാളുടെ സ്നേഹത്തിന്റെ മറുപടിയോ ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ നന്ദിയുടെ ഒരു വാക്കോ നോട്ടമോ ഒന്നും കിട്ടാതെ പല സമയങ്ങളിലും
നമ്മൾ വേദനിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആര് കാണുന്നുണ്ട് നമ്മുടെ അധ്വാനങ്ങള്? ദൈവം കാണുന്നു. ദൈവം കാണുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഒരു പ്രതീക്ഷ ഉള്ളത്. നമ്മൾ പലപ്പോഴും ഞാനൊക്കെ പ്രത്യേകിച്ച് എന്തെല്ലാം ചെയ്താലും എനിക്കൊരു സന്തോഷം തോന്നാറില്ല. പിന്നെ സന്തോഷിക്കുന്ന ആകെയുള്ള ഒരു പ്രത്യാശ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം നീതി ഉണ്ടെന്ന് ദൈവം കാണുന്നുണ്ടല്ലോ, ദൈവം മനസ്സിലാക്കുന്നുണ്ടല്ലോ, ദൈവത്തിനുണ്ടല്ലോ ഒരു ഉത്തരം, അല്ലെ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഒരു അധ്വാനം ഉണ്ടെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ട്, അല്ലെ? എന്ത് അധ്വാനം ഉണ്ട്? ഈശോ പറയുന്നുണ്ട്, എന്റെ നാമത്തെ പ്രതി നിങ്ങൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിനുള്ള പ്രതിഫലം ഉണ്ട്. അപ്പൊ പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് പ്രതിഫലം ഉള്ളത്. പ്രവൃത്തി ചെയ്യാത്തവർക്ക് പ്രതിഫലം ഉണ്ടോ? ഇല്ല. പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് പ്രതിഫലമുള്ളത്. ഈ വചനഭാഗം പ്രത്യേകിച്ച് എങ്ങനെയാണ്? കാദേശിൽ നിന്നുള്ള യാത്ര എന്ന് പറയുന്ന വചനഭാഗത്തിന്റെ 7ാമത്തെ വചനഭാഗമാണ്. എന്തെന്നാൽ 7ാമത്തെ വചനം, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. അവിടുന്ന് 40 സംവത്സരങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊന്നും കുറവുണ്ടായിരുന്നു. തൊട്ട് മുകളിലുള്ള വചനോട് ഞാൻ വായിക്കാം, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാക്കാം. കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. അനേകം ദിവസം നമ്മൾ, ആരാണിത്? മോശ പറയുന്ന വചനഭാഗങ്ങളാണ് ജനത്തോട്. അനേക ദിവസം നമ്മൾ സയീർ മലയിലേക്ക് ചുറ്റും നടന്നപ്പോൾ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നത് മതി, വടക്കോട്ട് തിരിയുവിൻ. അപ്പോ ഇങ്ങനെ വട്ടം ചുറ്റി നടന്നതിന്റെ കാര്യം എന്താണ്? അപ്പൊ നമ്മളിപ്പോ വഴിതെറ്റിപ്പോയി. ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിൾ മാപ്പൊക്കെ വഴി നമ്മള് ഒരു സ്ഥലത്ത് പോവുകയാണ്. പക്ഷെ ഗൂഗിൾ മാപ്പിന് വഴിതെറ്റാൻ പറ്റില്ലേ? ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു വണ്ടിയിൽ കുറച്ച് യുവജനങ്ങൾ പോയി, ഗൂഗിൾ മാപ്പ് വഴി പോയതാ. അവർ നേരെ പോയത് പുഴയിലോട്ട് ചെന്ന് കാറും കുത്തി വീണു. അപ്പോ തെറ്റുകൾ പറ്റാം, അല്ലേ? അപ്പോ തെറ്റുകൾ നമുക്ക് എല്ലാവർക്കും പറ്റാം. ഈ ലോകം കണ്ടുപിടിച്ച എല്ലാ കാര്യത്തിനും തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ലോകം പറയുന്നതും ലോകം പ്രവർത്തിച്ചതുമായ എല്ലാ കാര്യവും, ഇന്ന് ഭയങ്കര ശക്തമായ മഴ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, അല്ലേ? വന്നു കഴിഞ്ഞാൽ പറയാ ഉണ്ടെന്ന്. ഇപ്പൊ ഒരു ഏരിയയിൽ ഇത്രയും ഭയങ്കരമായ ചൂടുണ്ടാവും, ചിലയിടത്ത് മഴ പെയ്യും എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നും കൃത്യമാകണമെന്നൊരു നിർബന്ധമില്ല. ഒരു 100 പ്രാവശ്യം പറഞ്ഞാല് ഒരു 5ഓ 6ഓ കാര്യങ്ങൾ വേണമെങ്കിൽ നടക്കാം, നടക്കാതിരിക്കാം. അപ്പോ ഒന്നിലൊരു വ്യക്തതയില്ല. പക്ഷെ കർത്താവ് പറയുന്നതിൽ എല്ലാം വളരെ വ്യക്തതയുണ്ട്. ഈശോ പറയുന്ന, അന്ന് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തത്തിൽ കൂടിയല്ല ഈശോ ജനങ്ങളെ നയിച്ചത്. ദൈവം തന്റെ പരിശുദ്ധമായ ജ്ഞാനത്താലാണ് ദൈവം ജനത്തെ നയിച്ചത്. അപ്പൊ ഈ വടക്കോട്ട് പോകാൻ പറയുമ്പോൾ വടക്കോട്ട് പോകുമ്പോൾ പിറുപിറുക്കുന്നുണ്ട്, അവര് നിന്ദിക്കുന്നുണ്ട്, അവര് അതുപോലെ ദൈവത്തിന്റെ കൃപയെ നിഷേധിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? അവിടെ ഇട്ട് കറക്കും, അവിടെ ഒരാഴ്ച ഇട്ട് കറക്കും, പിന്നെ ഓരോ സ്ഥലത്തിട്ട് കറക്കും. അപ്പോ പോകുന്ന വഴിയിൽ അവിടുത്തെ രാജാക്കന്മാരും ജനങ്ങളും ഒക്കെ ഇവരെ പീഡിപ്പിക്കാനും നിന്ദിക്കാനൊക്കെ തുടങ്ങും. എന്തുകൊണ്ടാണ്? ഇവര് ദൈവകൃപയെ അനുസരിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കാതെ വരുമ്പോഴേക്കും അവിടെ കിടന്ന് കറങ്ങിപ്പോ. നമ്മളിപ്പോ ഒരു കാര്യം നമ്മുടെ മക്കളോട് പറഞ്ഞു, അവരനുസരിച്ചില്ല, നമ്മൾ എന്ത് ചെയ്യും? അവരനുസരിക്കാതെ വരുമ്പോ അവർക്ക് അതിൻ്റെതായ അനുഭവത്തിൽ കൂടി അത് അനുസരിച്ചാൽ കിട്ടിയെങ്കിൽ, അനുസരിച്ച് കിട്ടുന്നതും അനുസരിക്കാതെ കിട്ടുന്നതിനുള്ള ഫലം വ്യത്യാസം ഉണ്ടാകും, അല്ലേ? കേക്കാവോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമ്പോ അവർക്ക് കിട്ടുന്ന അനുഗ്രഹവും, അനുസരിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അനുസരിച്ച് കിട്ടുമ്പോ ഉള്ള വ്യത്യസ്തമായ സാഹചര്യം, ഒന്ന് മാനനഷ്ടം ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, സമയനഷ്ടം ഉണ്ടാവും, അല്ലേ? അതെ. ഇത് ഈ 3 കാര്യവും സംഭവിക്കാതിരിക്കാനാണ് ദൈവത്തെ അനുസരിക്കാൻ പറയുന്നത്. അപ്പൊ അനുസരിച്ചപ്പോഴേക്കും അവർക്ക് 4 വർഷം കൊണ്ട് കടന്നു പോകേണ്ട സ്ഥലത്തെ ദൈവം 40 വർഷമാക്കി നീട്ടിയതിന്റെ കാര്യം എന്താണ്? ഇവരുടെ കഠിന ഹൃദയത്തിലുള്ള അവസ്ഥ കൊണ്ടാണ്. കഠിന ഹൃദയത്തോടുകൂടെ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നതുകൊണ്ടും ശകാരം ചെയ്യുന്നതുകൊണ്ടും മത്സരിക്കുന്നതുകൊണ്ടും അനുസരിക്കാത്തതുകൊണ്ടൊക്കെ ആയിരുന്നു.
അങ്ങനെ അവര് അപ്പോൾ കർത്താവ് മലയ്ക്ക് നടന്നത് മതി, വടക്കോട്ട് തിരിയുവിൻ എന്ന് പറഞ്ഞപ്പോൾ ജനത്തോട് കൽപ്പിക്കുക, സെയർ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരരെ അതിർത്തിയിലൂടെ കടന്നു പോകാൻ തുടങ്ങുകയാണ്, അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും. ഇത് ദൈവമാണ് പറയുന്നത്. അവർക്ക് നിങ്ങളെ ഭയമായിരിക്കുമെങ്കിലും നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം, അവരുമായി കലഹിക്കരുത്. അപ്പോ ദൈവം പറയുന്ന വഴിയില് വേണ്ട. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു നമ്മളെ വളർത്തുന്ന പട്ടിക്ക് ദേഷ്യം വന്നാ അത് അറ്റാക്ക് ചെയ്യും, അല്ലേ? അറ്റാക്ക് ചെയ്യില്ലേ? അതിനും അതിന്റെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയാണെങ്കിൽ അതിനെ പ്രകോപിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അത് പിടിച്ച് കടിക്കോ? ഉറപ്പായിട്ടും കടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഈ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിക്കുമ്പോ എന്ത് സംഭവിക്കും? അവരുടെ അധീനതയിൽ ഇരിക്കുന്ന സമയവും സാഹചര്യങ്ങളെ നമ്മൾ പ്രകോപിച്ചു കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ജാഗരൂകതയോടെ ആയിരിക്കണം എന്ന് പറയുന്നത്. കലഹിക്കരുത്. കലഹിച്ചു കഴിഞ്ഞാൽ എന്താ, അവരുടെ ആ സ്ഥലത്തുകൂടി കടന്നു പോകാനായിട്ട് അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കലഹവും പ്രശ്നവും യുദ്ധം വരും. അതുകൊണ്ട് അതാണ് കലഹിക്കരുത്. ഏസാവിന് സെയിർ മല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാല് കുത്തുന്നതിന് വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്തു വാങ്ങണം, കുടിക്കാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം. എന്തുകൊണ്ടാണ്? അത് ആർക്കാണ്? ഏസാവിന് കൊടുത്തിരിക്കുന്ന അവകാശ ഭൂമിയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ദൈവം എങ്ങനെ ആജ്ഞാപിച്ചിട്ടുണ്ട് ഇങ്ങനെ എടുക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പ്രതികരിക്കുമ്പോ നിങ്ങൾക്ക് ആ വശത്തു കൂടി പോകാനും പറ്റില്ല. അതുകൊണ്ട് ദൈവം പറയുന്ന വഴികൾ കൃത്യമായി നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവിടെ ചെന്ന് പിടിച്ചു പറിച്ച് വാങ്ങിക്കുകയല്ല, കാശ് കൊടുത്ത് തന്നെ നിങ്ങൾ അത് വാങ്ങിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഹോളി ലാൻഡിൽ പോയാൽ അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മള് കയ്യിൽ കാശ് കരുതാറുണ്ടോ? നമ്മളിപ്പോ ടൂർ പാക്കേജിനാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നത് എന്ന് വിചാരിച്ച് നമ്മള് കയ്യില് പോക്കറ്റ് മണി അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കാശ് എന്തെങ്കിലും കരുതി വെക്കും. എന്തിനാണ്? പോകുന്ന വഴിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ കയ്യിൽ നിന്ന് പേ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ പേ ചെയ്യാനുള്ള കാശ് കയ്യിൽ കരുതുന്നത്, അല്ലെ? എന്ന് വിചാരിച്ച് നമ്മൾ ടൂർ പാക്കേജിൽ നമ്മൾ കാശ് കൊടുത്തതാണ്, ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ടൂർ പാക്കേജുകാർക്ക് കൊടുത്തതാണെന്ന് വിചാരിച്ച് നമ്മൾ കാശ് കൈ കരുതാതെ പോകില്ല. പോകുമോ? ഇല്ല. എന്താ ഭയങ്കര ലേറ്റ് ആയിട്ടാണല്ലോ, കേൾക്കുന്നില്ല ക്ലിയർ ആയിട്ട്. അപ്പൊ നമ്മള് അങ്ങനെയല്ലേ പോകുള്ളൂ. അപ്പൊ അതുപോലെയാണ് ഈശോയും പറയുന്നത് ഇവിടെ, നിങ്ങൾ കാശ് കൊടുത്ത് തന്നെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കണം, നിങ്ങൾ അവരോട് കലഹിക്കരുത്, നിങ്ങൾക്ക് വേണ്ട വെള്ളമൊക്കെ വാങ്ങിക്കുമ്പോൾ കാശ് തന്നെ കൊടുത്ത് വാങ്ങിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം പറയുന്ന വഴിയിലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അത് വേണ്ട ബോധ്യത്തോടുകൂടെ മനസ്സിലാക്കിയാണ് ഇപ്പൊ നമ്മള് പരിശുദ്ധ കുർബാനയില് പള്ളിയിൽ പോകുമ്പോ എങ്ങനെ പോകണമെന്നും, ഉദാശ കർമ്മങ്ങൾ എങ്ങനെ നമ്മളെ ജീവിതത്തിൽ നിലനിർത്തണമെന്നും, കുടുംബജീവിതത്തില് കുടുംബ പ്രാർത്ഥനകൾ എങ്ങനെ നിലനിർത്തണമെന്നും, അല്ലെങ്കിൽ കുടുംബജീവിതത്തില് മക്കളെ ദൈവഭയത്തിൽ എങ്ങനെ വളർത്തണമെന്നും, ദൈവഭയം ഇല്ലെങ്കിൽ അവരെങ്ങനെ സഹായിക്കണമെന്നും ഇന്ന് പറഞ്ഞു തരാത്ത ഒരു കാര്യമില്ല. എല്ലാവർക്കും സമയാസമയങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ മക്കൾ വഴിതെറ്റുന്നു, കുടുംബം തകരുന്നു, ജീവിതത്തിൽ രോഗങ്ങൾ വരുന്നു, കടബാധ്യതകൾ വരുന്നു, തകർച്ചകൾ വരുന്നു. എന്താ കാര്യം? അടിസ്ഥാനപരമായി ദൈവം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ കുറെ നഷ്ടങ്ങളും കുറെ സമയങ്ങളും കുറെ കാലങ്ങളും വേദനിച്ച് കടന്നു കഴിയുമ്പോഴേക്കും നമ്മള് മനസ്സിലാക്കാനായിട്ട് ദൈവം ഒരു അവസരം തരികയാണ്. ഈ 4 വർഷത്തിന് പകരം 40 വർഷം നീണ്ട കാലാവധിയിൽ കൂടി കടന്നു പോയപ്പോ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ വർഷങ്ങളോളം ഞെരിഞ്ഞമർന്നൊരു ജീവിതത്തിൽ കൂടിയാണ് ഇവർക്ക് യാത്ര മുഴുവനും പോകേണ്ടി വന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അനുസരണക്കേട് കൊണ്ട് തന്നെയാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ചെങ്കിൽ 4 വർഷം എടുക്കുള്ളായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പറയുന്ന കാര്യങ്ങൾ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കി ദൈവകൃപയെ ആശ്രയിച്ച് ദൈവത്തെ ഭയന്ന് ദൈവത്തെ സ്നേഹിച്ചൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വേഗം പരിഹരിക്കപ്പെട്ടേനെ. പക്ഷെ
സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ലോകം ഭരിക്കുന്നതുകൊണ്ടും നമ്മൾ ലോകത്തെ അനുസരിക്കുന്നത് കൊണ്ടും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നൊരു ചേച്ചി എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞാണ്, ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഒരു ഹിന്ദുക്കളാണ്, പക്ഷെ മാതാവിന് ഭയങ്കരമായിട്ട് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് നല്ലൊരു വീടൊക്കെ ഈശോ കൊടുത്തു. അങ്ങനെ നല്ലൊരു വീട് കൊടുത്തതിന് പിന്നെ ഇവര് പിന്നെ അമ്പലത്തില് അപ്പൊ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് അമ്പലത്തിൽ പോയി അവരെന്തോ വഴിപാടൊക്കെ നടത്തി. അപ്പോഴേക്കും അവർക്ക് ഈ പ്രേയർ ചെയ്യുന്നവർക്ക് ഈശോയുടെ സാന്നിധ്യമൊക്കെ എപ്പോഴും ഉള്ള ആളാണ്. അങ്ങനെ അവര് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഇങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് അത് തെറ്റാണ് എന്നുള്ള ഒരു കാര്യം ഈശോ ഓർമ്മിച്ച് കൊടുത്തു. പക്ഷെ ഇവരത് പിന്നെയും അത് അത്രയും ബോധ്യത്തോടുകൂടി സ്വീകരിക്കാതെ അനുസരിക്കാതെ നല്ലൊരു വീട് എന്ന് പറഞ്ഞാൽ രണ്ട് നല്ല വീടാ കൊടുത്തത്. അങ്ങനെ ഈ വീട് ഇവർക്ക് യാതൊരു യോഗ്യതയും ഇല്ല ആ വീട്ടില് താമസിക്കാൻ, അത്രമാത്രം പാവപ്പെട്ടവരാണ്. എങ്കിലും കർത്താവിന്റെ സ്നേഹം കൊണ്ടും കർത്താവ് പിന്നെ ഹിന്ദുക്കളാണ്, പക്ഷെ അവരുടെ വിശ്വാസം കുറച്ചുകൂടി ആത്മാർത്ഥമായതുകൊണ്ടും ഒക്കെ അങ്ങനെ. പക്ഷെ ഇവരെ സ്വാധീനിച്ചിട്ടുള്ള, അടിസ്ഥാനപരമായി ഇവരെ സ്വാധീനിച്ചിട്ടുള്ള ഹൈന്ദവ ആചാരങ്ങള് ഇവര് വെറുത്തുപേക്ഷിക്കാതെ നമുക്ക് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റും. നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും എല്ലാ കാര്യം. ഇപ്പൊ നമുക്കിപ്പോ മദ്യം ഉപേക്ഷിക്കാൻ പറ്റും, പക്ഷെ വെറുത്തുപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവം പ്രത്യേകമായി നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു അനുഗ്രഹമാണ്. പക്ഷെ അത് നമ്മൾ സ്വീകരിക്കണം. ഇപ്പോ എന്ത് മോശമായ ഒരു കാര്യം, എന്താണ് പോണോഗ്രാഫി അങ്ങനെയുള്ള മേഖലകൾ, അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ജഡികമായ താല്പര്യങ്ങള്, അല്ലെങ്കിൽ സാമ്പത്തികമായ ക്രമക്കേടുകളെല്ലാം നമുക്ക് ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് ചെയ്ത കാര്യങ്ങളോട് വലിയ അനുതപിച്ചും അതുപോലെ ആ മേഖലകളിൽ ഞാൻ വെറുത്തുപേക്ഷിക്കാതെ, വെറുപ്പുണ്ടോ അതിനോട്, ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ലജ്ജയുണ്ടോ, ഉണ്ടെങ്കിലാണ് അതിനോട് വെറുപ്പുണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ. അങ്ങനെ ഈ ചേച്ചി വീണ്ടും അവരുടെ അമ്പലത്തിൽ എങ്ങോ പോയിട്ട് പിന്നെ എന്തൊക്കെ അവര് കുരുതി വെള്ളമോ അങ്ങനെ എന്താണ്ടൊക്കെ ഈ വീടിന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ വീടിന് ചുറ്റും ഒരു തളിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത്രയും നല്ലൊരു വീട് ഇപ്പൊ ഒരു തരം ഒരു പ്രേതാലയത്തിന്റെ പോലത്തെ ഒരു മന്ദത പിടിച്ചൊരു അവസ്ഥയായി പോയെന്ന്. നല്ലൊരു വലിയൊരു ഐശ്വര്യമുള്ളൊരു വീടായിരുന്നു. പക്ഷെ ഇങ്ങനെ തിന്മയുടെ സ്വാധീനം മൂലം, കാരണം അജ്ഞതയാണ് എല്ലാത്തിനും കാര്യം, പക്ഷെ അറിവിലേക്ക് ദൈവം വിളിച്ച് കൊണ്ടുവരുമ്പോഴും ഈ അജ്ഞത പിടിച്ച് പിടിവലി ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല മേഖലകളിലും ഈ അജ്ഞതയുണ്ട്. അറിവിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഈ പഴയ അജ്ഞത, അതായത് ഈ ലോകത്തിന്റെ കുടില ബുദ്ധിയുടെ അജ്ഞത, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക് വരാതിരിക്കുവാനുള്ള സ്വാധീനം, അല്ലെങ്കിൽ മ്ലേച്ഛതയുടെ സ്വാധീനം എല്ലാം നമുക്കുണ്ടാവും. ഇപ്പൊ നമ്മള് മഗ്ദലേന മറിയം പാപത്തിൽ നിന്നും വളരെ മുക്തി നേടിയതാ. പക്ഷെ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈശോയുടെ കൂടെ നടന്ന ജീവിതമായിരുന്നല്ലോ. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇവള് ഫ്രീ ആയി, ആരും പിന്നെ ഇവളെ സഹായിക്കാനില്ലാണ്ടായി. പക്ഷെ അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട് മനുഷ്യർ ഇവളെ ഉപദ്രവിക്കാനൊക്കെ വന്നു. പക്ഷെ അവൾ അതിനെ ആ ഒരു തിന്മയെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പാപം വെറുത്തുപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളല്ല, ദൈവമാണ്. അപ്പൊ നമ്മള് എങ്ങനെയൊക്കെയാണോ അതിനെ തിന്മയോട് പാപത്തോട് മറുതലിക്കുന്നു, മല്ലടിക്കുന്നു, അതനുസരിച്ച് ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മള് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ ന്യായീകരിച്ചു കഴിഞ്ഞാല് നമുക്കത് തെറ്റുകളെ തിരുത്താനായിട്ട് അവസരം തന്നിട്ടും പിന്നെയും ആ തെറ്റുകളിലേക്ക് പോകാനുള്ള പ്രവണതയിലേക്ക് നമ്മളൊരു ചായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് പിന്നെ അവരെ സഹായിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ ആ ചേച്ചി പറയുകയാണ്, ഇനി അങ്ങോട്ട് വിളിക്കരുത്, അവരുമായിട്ട് കോണ്ടാക്ട് പോലും ഉണ്ടാവരുതെന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഈ പാപമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്നും മാറി നടക്കണമെന്ന് പറഞ്ഞിട്ടും അവരതിനെ കൂട്ടാക്കാതെ ഈ അമ്പലത്തിൽ പോയി പ്രവൃത്തി ചെയ്തത് മൂലം അവരുടെ ജീവിതത്തിൽ വീണ്ടും വേദനകളും ദുരന്തങ്ങളും പിന്നെയും പഴയ അവസ്ഥയിലേക്കും പോകാനിടയായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അനുസരണക്കേട് കൊണ്ടാണ്. അപ്പൊ നമുക്ക് എത്ര അനുഗ്രഹവും ദൈവം തരാൻ എപ്പോഴും തയ്യാറാ. പക്ഷെ ഈ തിന്മയുടെ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അത് വെറുത്തുപേക്ഷിക്കാതെ, അല്ലെങ്കിൽ അതിലേക്ക് പോവില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എത്തി നോക്കാനോ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയത് അതുകൊണ്ടാണ്.
അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ വ്യക്തമായി തിരിച്ചറിയുമ്പോൾ നമ്മുടെ അധ്വാനങ്ങളെല്ലാം ദൈവകൃപയുടെ അനുഗ്രഹത്തിന്റെ കീഴിൽ നിലനിർത്തുവാൻ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല, ദൈവം തന്നെ സംരക്ഷിക്കും. ഈ ഒരു തിരിച്ചറിവുണ്ടാവണം. നമ്മുടെ അധ്വാനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ അധ്വാനിച്ചാലും, ചിലവര് പറയും എന്തോരം അധ്വാനിച്ചാലും കുളത്തിൽ കൊണ്ടുവന്ന് കല്ലിടുന്ന പോലെ, എത്ര അധ്വാനിച്ചാലും ഒന്നുമില്ല, ബിഗ് സീറോയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. എന്താ കാര്യം എന്ന് വെച്ചാല് അവരുടെ അധ്വാനം വ്യർത്ഥമായി പോവാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനങ്ങളെല്ലാം വേസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭക്ത ജീവിതം, കുടുംബ ജീവിതം, സമൂഹ ജീവിതം, സഭയുടെ ജീവിതം എല്ലാം ഇതിന്റെ അടിസ്ഥാനമാണ്. ദൈവത്തെ അനുസരിക്കാതെ നമ്മൾ എന്തെല്ലാം കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണ്? അനുസരിക്കുന്ന ദൈവത്തിനാണെങ്കിൽ അനുഗ്രഹത്തിന്റെ അരൂപി നമ്മളെ പൊതിഞ്ഞു പിടിക്കും. അനുസരണക്കേട് മൂലം നമ്മൾ ജീവിച്ചിട്ട് ഭയങ്കര ഭക്താഭ്യാസവും കാണിച്ചു നടന്നാല് പിശാച് നമ്മളെ പ്രതി ദൈവത്തെ നിന്ദിക്കാനും അപമാനിക്കാനും നമ്മളെ മുമ്പിൽ നിർത്തി കരുവാക്കി നമ്മുടെ പേര് പറഞ്ഞ ദൈവത്തെ കളിയാക്കി നിന്ദിക്കുകയും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുള്ള അപകടങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആരാണ് കാരണം എന്ന് വെച്ചാൽ പിശാചുമല്ല ദൈവവും അല്ല കാരണം. അതിന് ഉത്തരവാദിത്വം നമ്മുടെ അധ്വാനം വ്യക്തമായ ബോധ്യത്തോടുകൂടെ സത്യസന്ധമായിട്ടാണോ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം മരിച്ചു കഴിഞ്ഞാലും നമുക്കത് തന്നിരിക്കും. കാരണം അധ്വാനിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുക്കാതെ പണിയെടുപ്പിക്കുന്ന ഒരാളല്ല ദൈവം. പണിയെടുത്ത കാശ് തന്നിരിക്കും. അത് ഈ ഭൂമിയിൽ നിന്നല്ലെങ്കിൽ ചിലവര് കുറെ പണിയെടുപ്പിക്കൊണ്ട് കാശ് കൊടുക്കില്ല. പക്ഷെ അവന്റെ കണ്ണുനീര് ഈ പണിയെടുപ്പിക്കുന്നവന്റെ ജീവിതത്തില് വലിയൊരു ഭീകരമായ ആക്രമണത്തിന് അവൻ തന്നെ കുഴിതോണ്ട്. പലവരും പണിയെടുപ്പിക്കുന്നുണ്ട്, പക്ഷെ കാശ് കൊടുക്കില്ല. അവന്റെ കണ്ണുനീരും അവന്റെ വേദനയും അവന്റെ കുടുംബത്തിന്റെ കണ്ണുനീരും എല്ലാം ആ മേഖലകളിൽ ആ ജമാനത്ത് പുലർത്തിയിരിക്കുന്നവന്റെ ജീവിതത്തിനെ അടിത്തറയുടെ വേര് തോണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വൃക്ഷത്തിന് നിലനിൽപ്പുണ്ട്. ഒരു വൃക്ഷത്തിനും നിൽക്കാൻ വേരില് ദുർബലത അനുഭവിച്ച കടപുഴകി വീഴുന്ന പോലെയാണ്. അതുകൊണ്ടാണ് സക്കേവൂസ് പെട്ടെന്ന് തന്നെ മാനസാന്തരപ്പെട്ടത്. അപ്പോ ഈ ഒരു ജീവിതം, നമ്മുടെ അധ്വാനങ്ങളെല്ലാം അനുഗ്രഹമായി തന്നെ നിൽക്കണമെങ്കിൽ ദൈവത്തെ അനുസരിക്കുക, അതിൽ മാറ്റൊന്നും വരുത്താതെ അതിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കും. കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയ ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു.